എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാം നോർമൽ ആയതിനു ശേഷവും എഗ് നോർമൽ, ഹെൽത്തി സ്പേം, നോർമൽ യൂട്രൈൻ ക്യാവിറ്റി, നോർമൽ യൂട്രസ് ഇതെല്ലാം നോർമൽ ആയിട്ട് പോലും IVF ഫെയിൽ ആവുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കും ഒരു വട്ടമെങ്കിലും IVF ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഇനിയും നിങ്ങളുടെ IVF ഫെയിൽ ആയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കാണുക. കാരണം IVF ഫെയിൽ ആകുന്നതിൻ്റെ റീസൺസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് IVF ഫെയിൽ ആകാതിരിക്കും. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, IVF ഫെയിൽ ആകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാനും പാടില്ല. ഇതിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ മറ്റാരുടെയും ഒരു തെറ്റുമില്ല. നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ ബെഡ് റെസ്റ്റ് ചെയ്യാഞ്ഞിട്ടാണോ എനിക്ക് IVF ഫെയിൽ ആയതെന്ന്. അപ്പോൾ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ IVFന് സ്ട്രിക്റ്റ് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടല്ല സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ഡിറ്റർമൈൻ ആകുന്നത്. അപ്പോൾ IVF ഫെയിൽ ആകുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എഗ് ക്വാളിറ്റിയാണ്. ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ലാബിൽ മൈക്രോസ്കോപ്പിൽ കൂടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ നോർമൽ ആണെങ്കിൽ പോലും IVF ഫെയിൽ ആകും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് oocyteന്റെ ഏജ് ആണ്. സ്ത്രീകളുടെ പ്രായം കൂടുന്തോറും എഗ്ഗിൻ്റെ നമ്പർ കുറഞ്ഞു പോകും. അതിൻ്റെ ഒപ്പം തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറയും. അപ്പോൾ അതും IVF ഫെയിൽ ആകാനുള്ള ഒരു റീസൺ ആകാം. 35 വയസ്സിൽ കുറവുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ IVFൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 40% കൂടുതലാണ്. പക്ഷേ അതേസമയം 40 വയസ്സിൽ കൂടുതലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ IVFൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 15% മാത്രമാണ്. കാരണം എഗ്ഗിൻ്റെ ക്വാളിറ്റി ഏജ് കൂടുന്തോറും ഡിക്ലൈൻ ആകും. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് അത്ര നല്ലതായിരിക്കത്തില്ല. നമ്മുടെ ശരീരം IVF മെഡിസിനുമായിട്ട് റെസ്പോൺസ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അതും IVF ഫെയിൽ ആകാനുള്ള ഒരു റീസൺ ആണ്. നാലാമത്തതും കോമൺ ആയ ഒരു IVF ഫെയിൽ ആകാനുള്ള റീസൺ എന്ന് പറയുന്നത് ക്രോമോസോമൽ അബ്നോർമാലിറ്റി ആണ്. എഗ്ഗും സ്പേമും യുണൈറ്റ് ആയി ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ആ സമയം ക്രോമോസോമൽ ചേഞ്ചസ് ഉണ്ടാകും. ആ ഒരു സമയം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് എംബ്രിയോയുടെ ക്രോമോസോമിൽ എന്തെങ്കിലും ഡിഫോർമാലിറ്റി ഉണ്ടായാൽ അതും IVF ഫെയിൽ ആകാനുള്ള ഒരു റീസൺ ആകാം. നമ്മൾ മനസ്സിലാക്കണം, 15 തൊട്ട് 40% oocytes മാത്രമാണ് നോർമൽ. ഇൻഫാക്ട് അറൌണ്ട് 25% oocytes ബേബി സ്റ്റേജിൽ ചേഞ്ച് ആകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ക്രോമോസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് IVF ഫെയിൽ ആകാനായിട്ട് ഒരു മേജർ കോസ് തന്നെയാണ്. അടുത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നിങ്ങളുടെ വെയിറ്റ് ഒരുപാട് കൂടുതലാണെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂട്രീഷണൽ പ്രോബ്ലം ഉണ്ടെങ്കിലോ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിലോ ഇതെല്ലാം IVFൻ്റെ സക്സസിന് തടസ്സമുണ്ടാക്കും. IVF ചെയ്യുന്ന അത്രയും സമയമെങ്കിലും അത് മെയിൽ പാർട്ട്ണർ ആയാൽ പോലും സ്മോക്കിംഗ്, ആൽക്കഹോൾ എല്ലാം അവോയ്ഡ് ചെയ്യണം. സ്മോക്കിംഗ് കൊണ്ട് എഗ് ക്വാളിറ്റിയും എഗ് നമ്പറും സ്പേം ക്വാളിറ്റിയും സ്പേം നമ്പറും പുവർ ആകും. സ്മോക്കിംഗ് കൊണ്ട് സ്പേമിൻ്റെ DNA ഫ്രാഗ്മെൻ്റ് ആകും. അത് കാരണം കൊണ്ട് IVFൻ്റെ സക്സസ് കുറയും. പിന്നെ അടുത്തതായിട്ട് സ്ട്രെസ്, ടെൻഷൻ ഇതെല്ലാം IVFൻ്റെ സക്സസിനെ ബാധിക്കും. നിങ്ങൾ എത്രയും ടെൻഷൻ ആവുന്നോ അത്രയും നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പിന്നെ അടുത്തത് എംബ്രിയോളജിസ്റ്റ് നിങ്ങളുടെ എംബ്രിയോയുടെ ഗ്രേഡ് നോക്കും, സ്റ്റേജ് നോക്കും, ക്രോമോസോം നോക്കും.
എംബ്രിയോ പെതുക്കെ ഗ്രോ ആകുന്നത് നോക്കും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അടുത്തത് 2 സെൽസായി, 3-ാം ദിവസം 6 സെൽസിൽ കൂടുതലായി, പിന്നെ 8 സെൽസായി, ഫൈനലി ഡേ 5 ആകുമ്പോൾ അത് ബ്ലാസ്റ്റോസിസ് സ്റ്റേജിലാകും. അപ്പോൾ ഈ എംബ്രിയോസ് നല്ലതാണെങ്കിൽ ഇംപ്ലാന്റേഷൻ ആകാനുള്ള ചാൻസ് കൂടുതലാണ്, IVF സക്സസ് കൂടുതലായിരിക്കും. ഈ എംബ്രിയോസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ IVF സക്സസിനെ അത് ബാധിക്കും. അടുത്തതായിട്ട് IVF ഫെയിൽ ആകാനുള്ള ഒരു റീസൺ ആണ് നിങ്ങൾ IVF ചെയ്യിപ്പിക്കുന്ന ലാബിൻ്റെ കണ്ടീഷൻസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് IVFൻ്റെ സക്സസിനായിട്ട്. ലാബിൻ്റെ എയർ കണ്ടീഷൻസ് വരെ കൺട്രോൾ ആയിരിക്കണം. അമ്മയുടെ ഗർഭാശയത്തിൽ വളരേണ്ട കുഞ്ഞിനെയാണ് നമ്മൾ വെളിയിൽ വെച്ച് വളർത്തുന്നത്. അപ്പോൾ ഗർഭാശയം പോലെ തന്നെ ലാബും അത്രയ്ക്ക് ഹൈജീനിക് ആയിരിക്കണം. ലാബിൻ്റെ ഹ്യൂമിഡിറ്റി, pH, ടെമ്പറേച്ചർ, എയർ A to Z എല്ലാം കൺട്രോളിലായിരിക്കണം. എന്നാലേ റിസൾട്ട് പോസിറ്റീവ് ആകൂ. ലാബ് കണ്ടീഷൻസ് നല്ലതല്ലെങ്കിൽ അതും IVF ഫെയിൽ ആകാനുള്ള ഒരു റീസൺ ആണ്. IVF ചെയ്യുന്ന ലാബിനെ പറ്റി നിങ്ങളിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് എഗ് പിക്കപ്പ് നല്ലതായിട്ട് നടന്നില്ലെങ്കിലോ, എഗ് പ്രോപ്പർലി കിട്ടിയില്ലെങ്കിലോ, ഡാമേജ്ഡ് എഗ്ഗാണ് കിട്ടിയെങ്കിലോ IVF ഫെയിൽ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അടുത്ത റീസൺ എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ നല്ലതായിട്ട് നടന്നില്ലെങ്കിൽ IVF ഫെയിൽ ആകും. നിങ്ങളുടെ നല്ല എഗ്സ് ആണ്, നല്ല സ്പേമാണ്, നല്ല എംബ്രിയോസ് ആണ് എങ്കിൽ പോലും എംബ്രിയോ ട്രാൻസ്ഫർ കറക്റ്റായിട്ട് അല്ല നടന്നതെങ്കിൽ IVF ഫെയിൽ ആകും. അടുത്ത റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പേമിൻ്റെ ഹെൽത്ത് നല്ലതല്ലെങ്കിൽ IVF ഫെയിൽ ആകും. സ്പേം ക്വാളിറ്റി, സ്പേം DNA, സ്പേം നമ്പർ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് IVFൻ്റെ സക്സസ്സിനായിട്ട്. അപ്പോൾ മെയിൽസും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഫീമെയിൽസിനെ പോലെ തന്നെ IVFൻ്റെ സക്സസ്സിനായിട്ട്. നിങ്ങളുടെ സ്പേംസ് ഹെൽത്തി അല്ല, ഫ്രാഗ്മെൻറ്റഡ് ആണ് എങ്കിൽ IVF ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് IVF ഫെയിൽ ആകാനുള്ള കോമൺ കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, 2 IVF ഫെയിൽ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ IVFൻ്റെ സക്സസ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. IVF ഫെയിൽ ആയാൽ തളർന്നിരിക്കാതെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ നിങ്ങൾ കാണണം. സ്റ്റിമുലേഷൻ പ്രോട്ടോക്കോളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കി എൻഡോമെട്രിയം പ്രോപ്പർലി ആണോ എന്ന് നോക്കേണ്ടി വരും. എല്ലാ ഡാർക്ക്നെസ്സിൻ്റെയും അവസാനം ഒരു ലൈറ്റ് ഉണ്ട്, അത് നിങ്ങൾ മറക്കരുത്. ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ല, പിന്നെയും പകലുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിരാശപ്പെടാതെ പിന്നെയും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനും പാലൂട്ടി വളർത്താനും കുഞ്ഞിൻ്റെ കളിക്കൊഞ്ചലുകൾ കേൾക്കാനും തീർച്ചയായിട്ടും അവസരം ഉണ്ടാവും. അതിന് എന്തായാലും ദൈവം നിങ്ങൾക്ക് അവസരം തരും. അപ്പോൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ വിശ്വസിക്കുക, അതിലും ഉപരിയായിട്ട് ദൈവത്തെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രകാശം കൊണ്ടുവരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് തോട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ കമൻറ്റ് കാണുന്നതിലൂടെ മറ്റുള്ളവർക്കും ഒരു പോസിറ്റീവ് തോട്ട് ലഭിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ജെനീസ് ഹെവൻ എന്ന് പറഞ്ഞ FB പേജും മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഡെയിലി നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി signing off. Take care and goodbye. God bless you dears.